ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മാന്തൽ കറിയാണ് കേട്ടോ, ഉണക്ക മാന്തൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറുള്ളി ഒരു തക്കാളി, ഒരു പച്ചമുളക് എടുക്കുക. പിന്നെ ഞാൻ ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം, ഓവർ ചെറുതായിട്ടല്ല, ഇത്ര മീഡിയം സൈസിൽ മുറിച്ചെടുക്കുക. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാന്തൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അര കപ്പ് തേങ്ങ എടുക്കുക, അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കറിക്ക് തേങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക സൈസ് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുക്കുക, അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ വെന്തയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച് ചെറുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലൊരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ പോകണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു തക്കാളി ചെറുതായി നുറുക്കിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ല ഉടഞ്ഞ് കിട്ടണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് തക്കാളി നല്ല ഉടഞ്ഞ് കിട്ടുന്ന സമയത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഉരുളക്കിഴങ്ങില്ല, അതിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആ ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങയും ജീരകം കൂടെ അരച്ചതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ആവശ്യമുള്ള വെള്ളം ഞാൻ ആ ചാറ് കഴുകിയ വെള്ളം ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര കറി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർക്കാം കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്ക മാന്തലായതുകൊണ്ട് അതിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് അതിൻ്റെ പുളിയുടെ ഒക്കെ പച്ചമുണക്ക മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഉണക്കമാന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് അതിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വലിയ മാന്തലായതുകൊണ്ട് 2 പീസായിട്ടൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇട്ടിട്ട് ഒരുപാടൊന്നും തിളപ്പിക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഒരു തള വരുമ്പോൾ തന്നെ ഓഫാക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഉണക്കമാന്തൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.